കശ്മീർ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു. ഇന്ത്യ എപ്പോൾ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുകയാണ്. തൽഫലമായി ഇന്ത്യയുടെ ആക്രമണത്തെ നേരിടാൻ പാകിസ്ഥാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നു. കൂടാതെ ഇന്ത്യയെ നേരിടാൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ റഡാറിനെ കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാൻ എത്തിച്ചിരിക്കുന്നു എന്നാണ് വിവരം. ഏപ്രിൽ 22-നാണ് കശ്മീരിലെ പഹൽഗാമിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പാകിസ്ഥാൻ ഭീകരർ സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തത്. 26 വിനോദസഞ്ചാരികളാണ് ഭീകരരുടെ തോക്കിനിരയായത്. ഈ ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകാൻ പദ്ധതിയിടുകയാണ്. വ്യോമാക്രമണ ഭയം കാരണം പാകിസ്ഥാൻ റഡാർ സംവിധാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നീക്കുന്നു. ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഇന്ത്യ സങ്കല്പിക്കാനാവാത്ത മറുപടി നൽകുമെന്ന് മോദി മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് തന്നെ ഇത്തവണ പാകിസ്ഥാന് ശക്തമായ മറുപടി ഇന്ത്യ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കശ്മീരിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നിലവിൽ നിയന്ത്രണ രേഖ ലംഘിക്കുകയാണ്. ഇന്ത്യൻ സൈന്യവും ഇതിന് ഉചിതമായ മറുപടി നൽകുന്നുണ്ട്. അതിർത്തിയിൽ നിലവിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിനു പുറമെ ഇന്ത്യൻ ദേശീയ സേനകൾക്ക് എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനെ ആക്രമിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതിനു പുറമെ കരസേന, വ്യോമസേന, നാവികസേന എന്നിവയെല്ലാം തയ്യാറായി നിൽക്കുന്നതായാണ് കാണാൻ കഴിയുന്നത്. പാകിസ്ഥാൻ ഇതിനെ ഭയപ്പെടുന്നു. ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണത്തെ നേരിടാൻ പാകിസ്ഥാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയുടെ ആക്രമണങ്ങൾ മുൻകൂട്ടി കാണുന്നതിനായി പാകിസ്ഥാൻ റഡാർ സംവിധാനങ്ങൾ അതിർത്തിയിലേക്ക് നീക്കിയതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. സിയാൽകോട്ട് സെക്ടറിലാണ് പാകിസ്ഥാൻ റഡാർ സംവിധാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഫിറോസ്പൂർ സെക്ടറിന് എതിർവശത്ത് ഇന്ത്യയെ നിരീക്ഷിക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ സൈന്യത്തിന്റെ ഇലക്ട്രോണിക് യുദ്ധ ഡിറ്റാച്ച്മെന്റുകളെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 58 കിലോമീറ്റർ അകലെയുള്ള ചോർ കന്റോൺമെന്റ് പ്രദേശത്താണ് പാകിസ്ഥാൻ നിലവിൽ TPS-77 റഡാർ സ്ഥാപിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച റഡാറുകളിൽ ഒന്നാണിത്. 463 കിലോമീറ്റർ ദൂരത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ കണ്ടെത്താനും സിഗ്നൽ നൽകാനും ഇതിന് കഴിയും. അതുപോലെ താഴ്ന്നു പറക്കുന്ന ഒരു ഡ്രോണിന് 150 കിലോമീറ്റർ അകലെ നിന്ന് യുദ്ധവിമാനങ്ങളെ കണ്ടെത്താൻ കഴിയും. കൂടാതെ കരയിലെ ആക്രമണങ്ങൾ പോലും ഈ റഡാറിന് ട്രാക്ക് ചെയ്യാൻ കഴിയും. റഡാറിന്റെ മറ്റൊരു മികച്ച സവിശേഷത വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ട്രക്കുകൾ, ട്രെയിനുകൾ എന്നിവയിലൂടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എളുപ്പത്തിൽ മാറ്റാൻ കഴിയും എന്നതാണ്. ഇത് പാകിസ്ഥാന് ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇത്രയും ശക്തമായ ഒരു റഡാർ സംവിധാനം വിന്യസിച്ചാലും അത് പാകിസ്ഥാന് വലിയ തോതിൽ ഗുണം ചെയ്യില്ലെന്ന് പറയപ്പെടുന്നു. കാരണം റഡാറുകൾ കണ്ടെത്താതെ ആക്രമിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഇന്ത്യയുടെ പക്കലുണ്ട്. പാകിസ്ഥാന്റെ റഡാർ യുദ്ധവിമാനങ്ങളോ മിസൈലുകളോ ഡ്രോണുകളോ അവരുടെ പ്രദേശത്തേക്ക് കടക്കുന്നത് കണ്ടെത്തിയാലും പാകിസ്ഥാൻ അവയെ തടഞ്ഞു നിർത്തി നശിപ്പിക്കണം. എന്നാൽ ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്റർസെപ്ഷൻ ശേഷിയിൽ പാകിസ്ഥാൻ വളരെ പിന്നിലാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ആക്രമണം തടയുക എന്നത് പാകിസ്ഥാന് വെല്ലുവിളിയാണെന്ന് പ്രതിരോധ വിദഗ്ധർ പറയുന്നു.